നമസ്കാരം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിച്ചു. ഈ യുദ്ധം അവസാനിച്ചതിൽ വിഷമിക്കുന്ന ധാരാളം പേരുണ്ട്. ഈ യുദ്ധം അവസാനിച്ചതിൽ സന്തോഷിക്കുന്നവരും നിരവധിയുണ്ട്. യുദ്ധം അവസാനിച്ചതിൽ നിരാശപ്പെടുന്നവർ നികൃഷ്ടമായ മനസ്സുള്ളവരും യുദ്ധത്തിൻ്റെ കെടുതികളെക്കുറിച്ച് യാതൊരു വിധമായിട്ടുള്ള ബോധമില്ലാത്തവരുമാണ്. യഥാർത്ഥത്തിൽ യുദ്ധമൊന്നും അവരനുഭവിച്ചിട്ടില്ല. അനുഭവിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ അവർ മനസ്സിലാക്കിയേനെ യുദ്ധം വേണമായിരുന്നു ഇല്ലായിരുന്നു എന്നുള്ളത്. അങ്ങ് വടക്ക് ബോർഡറിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വീടുകൾ നഷ്ടപ്പെടുമ്പോൾ, അവർ കൊല്ലപ്പെടുമ്പോൾ, അവർക്ക് ദുരിതമുണ്ടാകുമ്പോൾ ഇങ്ങ് തെക്ക് സുഖമായിട്ടിരിക്കുന്ന നമുക്ക് അതിൻ്റെ ഭീകരത ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങ് ഗാസയിൽ നിരപരാധികളെ ഇസ്രായേൽ കൊന്നൊടുക്കുമ്പോൾ, അവർക്ക് വെള്ളം കിട്ടാതെ, ആഹാരം കിട്ടാതെ അവർ നട്ടം തിരിയുമ്പോൾ അവരനുഭവിക്കുന്ന പ്രശ്നം, അതുമായിട്ട് താതാത്മ്യപ്പെടാൻ ചിലർക്ക് പറ്റില്ല. അങ്ങനെയൊക്കെ താതാത്മ്യപ്പെടാൻ പറ്റിയെങ്കിൽ മാത്രമേ യുദ്ധക്കെടുതികളെക്കുറിച്ചുള്ള ഒരു ധാരണ കിട്ടുകയുള്ളൂ. യുദ്ധം കൊണ്ട് ഒരിക്കലും ഒരു നേട്ടവുമില്ല. യുദ്ധം എവിടെയും ആരും ഇതുവരെ വിജയിച്ചിട്ടില്ല. യുദ്ധം കൊണ്ട് ആർക്കും ഒന്നും നേടാൻ സാധിക്കില്ല. നാശവും ദുരിതവുമല്ലാതെ മറ്റൊന്നും യുദ്ധം കൊണ്ടുവരില്ല എന്നുള്ളതാണ് സത്യം. ഇതൊന്നും തിരിച്ചറിയാത്ത വിഡ്ഢികളാണ് യുദ്ധം നിൽക്കുമ്പോൾ നിരാശപ്പെടുന്നത്. ഇപ്പോൾ ഈ പഹൽഗാമുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഇന്ത്യ പാകിസ്ഥാൻ ഉരസൽ നിന്നിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ബാക്കി കിടക്കുകയാണ്. ഈ ചോദ്യങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉത്തരം കിട്ടുമോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. ഒന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ട് നമുക്ക് ഈ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നതാണ്. ഇതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. നമ്മുടെ രാജ്യത്തെ വളരെയധികം സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലമാണ് ജമ്മു കാശ്മീർ. അവിടുത്തെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയ ആൾക്കാർക്ക് നേരെ ഇത്തരത്തിൽ വലിയ ഒരു ആക്രമണമുണ്ടായി 26 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എങ്കിൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ നേർക്കാണ് വിരൽ ചൂണ്ടുന്നത്. പഹൽഗാമിൽ നടന്ന ഈ ആക്രമണം നമുക്ക് ഇത്രയേറെ പട്ടാളക്കാരും പോലീസുകാരും ഒക്കെ ഉണ്ടായിട്ടും സംഭവിച്ചതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജമ്മു കാശ്മീർ പോലെയുള്ള ഒരു സ്ഥലത്ത്, ആക്രമണം നടക്കാൻ സാധ്യതയുള്ളൊരു സ്ഥലത്ത് പോലും നമുക്ക് ഒരു ശരിയായ സെക്യൂരിറ്റി കൊടുക്കാൻ സാധിക്കാതെ പോയെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തും ഇതുപോലെയുള്ള അക്രമികൾക്ക് അക്രമം നടത്താൻ സാധിക്കും എന്നല്ലേ അത് നമ്മളോട് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ കുറേ ആൾക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കൊന്നൊടുക്കാൻ പറ്റും എന്നതാണ് ഈ സംഭവം നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇത് വളരെയധികം ഗൗരവമായിട്ട് ഗവൺമെൻറ് കാണേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് ഒരിടത്തും, ഞാനൊരിക്കൽ ഗീർവാണം അടിച്ചിട്ടുണ്ട്. ഹമാസ് ഇസ്രായേലിൽ കയറി അവിടുത്തെ ആൾക്കാരെ കൊലപ്പെടുത്തി പോയപ്പോൾ ഞാനെന്ന് പറഞ്ഞിരുന്നത് ഇന്ത്യയിലായിരുന്നെങ്കിൽ ഒരു വിവരം പറഞ്ഞേനെ. ഇപ്പോൾ സമാനമായൊരു സംഭവം നടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ അതിനെ എങ്ങനെ നമുക്ക് നേരിടാൻ പറ്റും എന്നതിനെക്കുറിച്ച്, നമ്മുടെ ആഭ്യന്തര സുരക്ഷയെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും ചിന്തിക്കണം. ജനങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പുതിയ തട്ടിക്കൂട്ട് സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, മറിച്ച് സുശക്തമായ നമ്മുടെ രാജ്യത്തിനകത്ത് എവിടെ ആരെങ്കിലും എന്തെങ്കിലും അക്രമം നടത്തിയാൽ ആ അക്രമികളെ നിമിഷാർദ്ധം കൊണ്ട് വലയം ചെയ്ത് പിടിക്കത്തക്ക തരത്തിലുള്ള ഒരു സംവിധാനമാണ് വേണ്ടത്. രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. ചെയ്തവൻ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. അവരെ പിടികൂടിയിരിക്കും. ആ രീതിയിലുള്ള ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ പ്രശ്നം അല്ലെങ്കിൽ ചോദ്യം എന്ന് പറയുന്നത്, ഈ പഹൽഗാമിൽ ആക്രമണം നടത്തിയവർ സ്വദേശികളാണോ അതോ വിദേശികളാണോ? ഇതുവരെ അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. ഈ ആക്രമണം നടന്നു കഴിഞ്ഞ ഉടൻ നമ്മുടെ മേജർ രവി പറഞ്ഞത് ഇത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്തതല്ല, മറിച്ച് ഇന്ത്യയുടെ അകത്ത് നിന്ന് തന്നെ സംഭവിച്ചതാണ് എന്ന്. അദ്ദേഹം പരിചയസമ്പന്നനായ ഒരു പട്ടാളക്കാരനാണ്, യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കകത്ത് നിന്നാണ് ഇത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് എങ്കിൽ ആരാണ് ആസൂത്രണം ചെയ്തത് കണ്ടെത്താനായിട്ടുണ്ടോ? കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇന്ത്യക്കകത്തുള്ളവരാണോ ഇന്ത്യക്ക് പുറത്തുള്ളവരാണോ എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ അക്രമികളെ നമുക്ക് പിടികൂടാൻ സാധിച്ചെങ്കിൽ മാത്രമേ അത് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ
അടുത്ത ചോദ്യം വരുന്നത് ഈ അക്രമികൾ എവിടെ എന്നതാണ്. പഹൽഗാമിൽ വന്ന് നിരപരാധികളെ കൊന്നിട്ട് പോയവരെവിടെ? ഞാൻ ഒരു വാർത്തയിലും വായിച്ചില്ല നമ്മുടെ ഗവൺമെൻറ് അവരെ പിടികൂടിയതായിട്ട്. നിങ്ങൾ വായിച്ചെങ്കിൽ ഞാൻ ഈ ചോദ്യം പിൻവലിക്കുകയാണ്. ഞാനെങ്ങും വായിച്ചില്ല. അപ്പോൾ അവരെ പിടികൂടാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ സാധിച്ചെങ്കിൽ ഞാൻ ഈ ചോദ്യം പിൻവലിക്കുകയാണ്. ഞാൻ ഒരിടത്ത് പോലും വായിച്ചില്ല അവരെ പിടികൂടിയതായിട്ട്. അത് ഞാൻ കാണാത്തതാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് എന്തുകൊണ്ട് പിടികൂടാൻ സാധിച്ചില്ല? നമ്മുടെ നാട്ടിൽ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് എത്ര വൈദഗ്ധ്യത്തോടു കൂടി അത് നടപ്പിലാക്കിയാലും ശരി, കൊലപാതകികളെ കണ്ടെത്താറുണ്ട്. പോലീസിന് അതറിയാം. അപ്പോൾ നമ്മുടെ പോലീസിന് പ്രമാദങ്ങളായിട്ടുള്ള കേസുകൾ പോലും അന്വേഷിച്ച് കൊലപാതകികളെയും കുറ്റവാളികളെയും ഒക്കെ പിടികൂടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ 6-7 പേരെ എന്തുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല? യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഈ കൊലപാതകം നടത്തിയവരെ കണ്ടെത്തുക, അവരാരാണെന്ന് അറിയുക, അറിഞ്ഞ ശേഷം അവരെ നിയോഗിച്ചവരെ കണ്ടെത്തുക, അങ്ങനെ അവരെ നിയോഗിച്ചവരെ ശിക്ഷിക്കുക. അത് രാജ്യത്തിനകത്തു നിന്നുള്ളവരായാലും പുറത്തു നിന്നുള്ളവരായാലും. എന്നാൽ ഇപ്പോഴും നമുക്കറിഞ്ഞുകൂടാ ഈ വന്നവരകത്ത് നിന്നാണോ പുറത്തു നിന്നാണോ എന്ന്. മേജർ രവി പറയുന്നു, അതുപോലെ പലരും പറയുന്നു രാജ്യത്തിനകത്ത് നിന്നാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിലപാട് പുറത്തു നിന്നാണെന്നാണ്. അതുകൊണ്ടാണല്ലോ ഇത് പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ചെറിയ യുദ്ധത്തിലേക്ക് നീങ്ങിയത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്: എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ യുദ്ധം ചെയ്തത്? പാകിസ്ഥാൻ അവിടെ നിന്നും ഇങ്ങോട്ട് അയച്ച തീവ്രവാദികളാണ് ഇത് ചെയ്തത് എന്നുള്ളൊരു ധാരണയിലാണ്. അപ്പോൾ ആ ധാരണ വെച്ച് നമ്മൾ യുദ്ധം ചെയ്തെങ്കിൽ നമ്മൾ ആ യുദ്ധം കൊണ്ട് ലക്ഷ്യം നേടിയത് എന്തായിരുന്നു? നമ്മുടെ ലക്ഷ്യം തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തേക്ക് ഇനി വരാൻ പാടില്ല. അപ്പോൾ ഈ 2 ദിവസം 3 ദിവസം കൊണ്ട് നമ്മൾ നടത്തിയ യുദ്ധവും പെട്ടെന്നൊരു വെടിനിർത്തലും എല്ലാം വന്ന് നിൽക്കെ ഈ രാജ്യത്തിന് നേരെ ഇനി ഒരിക്കലും തീവ്രവാദി ആക്രമണം ഇനി ഉണ്ടാകില്ല എന്ന ഒരു ഉറപ്പ് ഈ യുദ്ധത്തിലൂടെ നമ്മൾ നേടിയെടുത്തില്ലെങ്കിൽ എന്താണ് നമ്മൾ പിന്നെ നേടിയത്? നമ്മുടെ രാജ്യത്ത് വന്ന് എന്ന് പറയപ്പെടുന്ന, പുറത്തുനിന്ന് വന്നു എന്ന് പറയപ്പെടുന്ന അക്രമികളെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല, അവരെ കൊലപ്പെടുത്താൻ സാധിച്ചില്ല. നമ്മൾ പാകിസ്ഥാനിലുള്ള ചില തീവ്രവാദി സെൻ്ററുകൾ ഇവിടെ നിന്ന് ആക്രമിച്ച് നശിപ്പിച്ചു, പിന്നെ ചില ആക്രമണങ്ങൾ നടത്തി എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ ഈ വായിക്കുന്ന ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. കാര്യം അത്രയ്ക്ക് മനോഹരമായിട്ട് കള്ളം പറയുന്നവരാണ് നമ്മുടെ മാധ്യമങ്ങൾ. ഇവരുടെ കാര്യത്തിൽ സർക്കാരിന് വലിയ നിയന്ത്രണമൊന്നുമില്ല. സർക്കാരിനെ വിമർശിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ സർക്കാർ പെട്ടെന്ന് ഇടപെടും. സർക്കാരിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ സർക്കാർ ഇടപെട്ട് ചിലപ്പോൾ ചാനൽ തന്നെ അടച്ചു പൊട്ടിക്കും. നേരെ മറിച്ച് കള്ളം പ്രചരിപ്പിക്കുന്ന ചാനലുകാർക്കെതിരെ, പ്രത്യേകിച്ചും രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധമുണ്ടാകുമ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്തയും ഒരു പത്രവും പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന നിയമം വരണം. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇവിടെ പ്രചരിപ്പിക്കുന്ന മൊത്തം കള്ളമാണ്. ഞാനിപ്പോൾ നമ്മുടെ നാട്ടിലെ മാത്രം കാര്യമല്ല ഈ പറയുന്നത്. ഇന്ത്യക്കകത്തുള്ള മാധ്യമങ്ങളും ഇന്ത്യക്ക് പുറത്തുള്ള മാധ്യമങ്ങളും എല്ലാം ഒരേപോലെ കള്ളം പറയുന്നവരാണ്. എല്ലാ മാധ്യമങ്ങൾക്കും സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. എല്ലാ മാധ്യമങ്ങളും പണം വാങ്ങി കള്ളം പറയും. എല്ലാ മാധ്യമങ്ങളും സർക്കാരിനെ പേടിച്ച് കള്ളം പറയും, സർക്കാരിന് വേണ്ടി കള്ളം പറയും, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കള്ളം പറയും. ഈ കള്ളങ്ങളൊക്കെ ജനങ്ങളല്ലേ കേൾക്കുന്നത്. ജനങ്ങൾ സത്യം അറിയേണ്ടവരാണ് എന്ന ഒരു ധാരണ നമ്മുടെ സർക്കാരിന് ഉണ്ടാകണ്ടേ. മിനിമം നിങ്ങൾ സത്യം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കള്ളം പറയാതിരിക്കണ്ടേ. അപ്പോൾ ഈ മാധ്യമങ്ങളെ, കള്ളം പറയുന്ന മാധ്യമങ്ങളെ നിയന്ത്രിക്കേണ്ട ബാധ്യത സർക്കാരിന് ഉള്ളതല്ലേ. മാധ്യമ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ പാടില്ല. സത്യം പറയുന്ന മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ പാടില്ല. എന്നാൽ കള്ളം പറയുന്ന മാധ്യമങ്ങളെ നിലയ്ക്ക് നിർത്തേണ്ട ഒരു ബാധ്യത നമ്മുടെ സർക്കാരിനുണ്ട്. പക്ഷേ സർക്കാർ അത് ചെയ്യുന്നില്ല. സർക്കാർ തന്നെ ഇവരോടൊക്കെ തന്നെ ചിലപ്പോൾ ചില കള്ളങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടതാണ്. കൊറോണയുടെ സമയത്ത്, കൊറോണ വാക്സിൻ സമയത്ത് കണ്ടതാണ്, പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങളെ ഇരുട്ടിലാക്കുന്ന ചില നയങ്ങളും നിലപാടുകളുമാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ശരി, ഈ പഹൽഗാം ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ പാകിസ്ഥാനുമായിട്ടൊരു ഉരസലുണ്ടായി. ആ ഉരസലിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് സർക്കാരിന് മാത്രമേ അറിയാവൂ. ശരിക്കും ഒരു യുദ്ധം ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കൊണ്ട് കള്ളവാർത്തകളോ അല്ലെങ്കിൽ ഊഹാപോഹങ്ങളോ പ്രചരിപ്പിക്കാതെ എല്ലാം കഴിഞ്ഞ ശേഷം സർക്കാർ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്
ജനങ്ങൾക്ക് വേണ്ടി പുറത്തിറക്കണം. അതാണ് വേണ്ടത്. ഇതാണ് സംഭവിച്ചത്. ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു, ഇന്ന ലാഭമുണ്ടായി, ഇന്ന നഷ്ടമുണ്ടായി, ഇന്ന ലക്ഷ്യം നേടി എന്നൊക്കെ പറഞ്ഞ് ഗവൺമെൻറ് തന്നെ ഒരു പത്രക്കുറിപ്പ് ഇറക്കി ജനങ്ങളെ അറിയിക്കണം. ജനങ്ങളെ അറിയിക്കാൻ അവർ കടപ്പെട്ടവരാണ്. കാരണം ജനങ്ങളാണ് സർക്കാരിന് പണം കൊടുക്കുന്നത്, ജനങ്ങളാണ് മിലിറ്ററിക്ക് പണം കൊടുക്കുന്നത്, എല്ലാം ജനങ്ങളുടെ പണമാണ്. അപ്പോൾ അതെല്ലാം അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അപ്പോൾ അതങ്ങനെ അറിയിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ ഓരോരോ ചാനലുകാരും മാധ്യമങ്ങൾ അവർക്ക് തോന്നിയ പോലെ ഓരോ കള്ളം പറഞ്ഞ് എഴുതി പിടിപ്പിക്കുന്നു, ജനങ്ങൾ ഇരുട്ടിൽ തപ്പുന്നു. അതുകൊണ്ട് അവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, ഈ മാധ്യമങ്ങളെ. അപ്പോൾ ഇവിടെ ഈ പഹൽഗാം ആക്രമണവും തുടർന്ന് നടന്ന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഈ 3-4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കിട്ടേണ്ടതാണ്. കിട്ടുമോ എന്നറിഞ്ഞുകൂടാ. കിട്ടിയാൽ കൊള്ളാം.